മൂവാറ്റുപുഴ നഗരസഭയുടെ അടഞ്ഞുകിടക്കുന്ന പൊതുശ്മശാനത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി നഗരസഭ അധികാരികൾ ശ്മശാനം സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിച്ചു. ശ്മശാനത്തിൽ പുതിയ ചിമ്മിനി സ്ഥാപിച്ചെങ്കിലും ഇതുവരെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. പൊതുശ്മശാനത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണിയും വൈസ് ചെയർപേഴ്സൺ PM അബ്ദുൾ സലാം, കൗൺസിലർ ജിനു ആന്റണി എന്നിവർ സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിച്ചു. പുതിയ ചിമ്മിനി സ്ഥാപിച്ചെങ്കിലും ശ്മശാനത്തിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ വൈകുകയാണ്. ശ്മശാനത്തിലെ ബർണറുകളും മോട്ടറും തകരാറിലായതിനാൽ ഇതുകൂടി മാറ്റി സ്ഥാപിച്ചാൽ മാത്രമേ ശ്മശാനം സാങ്കേതിക തികവോടെ പ്രവർത്തിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഇതിന് പുതിയ ഭരണസമിതിയുടെ തീരുമാനമുണ്ടാകണം. ഇതിന്റെ ഭാഗമായാണ് ജനപ്രതിനിധികൾ പൊതുശ്മശാനത്തിലെത്തിയത്. ശ്മശാനത്തിൽ 12.5 ലക്ഷം രൂപ ചെലവഴിച്ചുള്ള പുതിയ ചിമ്മിനി സ്ഥാപിക്കൽ ഏകദേശം പൂർത്തിയായിട്ടുണ്ടെങ്കിലും പ്രവർത്തനം പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. മൂവാറ്റുപുഴയിൽ മരണം നടന്നാൽ മൃതദേഹം കാലടിയിലും പെരുമ്പാവൂരിലും തൊടുപുഴയിലുമൊക്കെ കൊണ്ടുപോയി സംസ്കരിക്കേണ്ട അവസ്ഥയാണ്. ഇതിന് മാറ്റമുണ്ടാകണമെങ്കിൽ പുതിയ ബർണറും മോട്ടറും സ്ഥാപിക്കണം. പൊതുശ്മശാനം 1 മാസമായി അടച്ചിട്ടാണ് ചിമ്മിനി മാറ്റുന്ന ജോലികൾ നടക്കുന്നത്. പഴയ ചിമ്മിനിക്ക് വണ്ണം കുറവായതിനാൽ പുക തിങ്ങി പുറത്തേക്ക് പോകാത്തതായിരുന്നു പ്രധാന പ്രശ്നം. 5 മാസം മുൻപ് 3,95,000 രൂപ ചെലവഴിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നെങ്കിലും ഇടയ്ക്കിടെ ശ്മശാനം അടച്ചിടേണ്ടി വന്നതോടെയാണ് തകരാറിലായ ചിമ്മിനി മാറ്റി സ്ഥാപിക്കുന്നത്. ബർണറും മോട്ടറും മാറ്റി സ്ഥാപിച്ച് പൊതുശ്മശാനത്തിന്റെ പ്രവർത്തനം പുനരാരംഭിക്കാൻ ഇനിയും ആഴ്ചകളെടുക്കുമെന്നാണ് കരുതുന്നത്. അതുവരെ മൃതദേഹവുമായി നെട്ടോട്ടം തുടരേണ്ടി വരും. ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ A1 ടെക്സ്റ്റൈൽസ്, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ.